നമസ്കാരം മക്കളെ, സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനാണ്. അതായത് ഡിഗ്രി പ്രിലിംസിൻ്റെ 2 സ്റ്റേജ് എക്സാമുകൾ ഈ വർഷത്തേത് കഴിഞ്ഞു. സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റും സബ് ഇൻസ്പെക്ടർ പരീക്ഷയുടെയും മെയിൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങണോ എന്ന സംശയത്തിലിരിക്കുന്ന കുട്ടികളായിരിക്കും എന്നെ കേൾക്കുന്നത്. മക്കളെ, നിങ്ങൾക്ക് വേണ്ടിയിട്ടും 2025 പ്രിലിമിനറി എക്സാമിൻ്റെ കട്ട് ഓഫ് എത്ര എക്സ്പെക്റ്റ് ചെയ്യാം? ഞാനൊരു കോഷൻ തരികയാണ്. അതായത് ഇതൊരു എക്സ്പെക്റ്റേഷൻ വീഡിയോ ആണ്, അല്ലാതെ ഒരു പ്രഡിക്ഷൻ പക്ക ഇത്ര വരുമെന്നുള്ളൊരു പ്രഡിക്ഷൻ അല്ല. ഇത് എത്ര മാർക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ അനലൈസ് ചെയ്യാനായിട്ട് പോകുക. അതിന് കാരണം കുറേ കുട്ടികൾ നമ്മളെ വിളിച്ചിട്ട് പഠിച്ചു തുടങ്ങണോ, എനിക്ക് ഇത്ര മാർക്കേ ഉള്ളൂ, എനിക്ക് 46 ഉള്ളൂ, എനിക്ക് 52 ഉള്ളൂ, പ്രിപ്പയർ ചെയ്ത് തുടങ്ങണോ എന്നുള്ള ഒരുപാട് സംശയങ്ങൾ വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ മറ്റു മാധ്യമങ്ങൾ, ഇപ്പോൾ തൊഴിൽ വാർത്ത പോലെയുള്ള, തൊഴിൽ വീതി പോലെയുള്ള മാധ്യമങ്ങൾക്കകത്തിലും കട്ട് ഓഫ് വരുന്നുണ്ട്. അപ്പം 50 തൊട്ട് 60 വരെ കട്ട് ഓഫ് എന്നൊക്കെയാണ് നമ്മുടെ തൊഴിൽ വീതിക്കകത്തിലൊക്കെ വന്നിട്ടുള്ള വാർത്ത. അത് എത്രത്തോളം നിങ്ങൾ അതിനെ അനുകൂലിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താവുന്നതാണ്, എന്തുമായിക്കോട്ടെ. അപ്പം നമ്മളിവിടെ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നൊന്ന് അനലൈസ് ചെയ്യാനായിട്ട് പോവുകയാണ്. അതായത് ഗ്രൗണ്ട് എന്താണ്, എന്തൊക്കെ റിയാലിറ്റികൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ ചതിക്കുഴിയിൽ വീണു പോകാൻ പാടില്ല. കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി മാത്രമേ മുന്നോട്ട് പോകാവൂ. എത്ര വരെയുള്ളവർക്ക് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. ഇതിൻ്റെ ഒരു ഏകദേശ ധാരണയാണ്. നമുക്ക് കൃത്യമായിട്ട് ഇത്ര മാർക്ക് എന്ന് പറയാൻ കഴിയില്ല, സ്വാഭാവികമാണ്. കാരണം നമ്മുടെ കട്ട് ഓഫ് വരണം, ഇനിയും സെക്കൻഡ് പേപ്പറിൻ്റെ ഫൈനൽ കീ വരാനുണ്ട്. PSC തന്നെയാണ് കാര്യങ്ങൾ പറയേണ്ടത്. എന്നാലും നമ്മൾ ചില കാര്യങ്ങളൊന്ന് അനലൈസ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു വീഡിയോ ആണ്. പ്രത്യേകിച്ച് സെക്രട്ടറി അസിസ്റ്റൻ്റെയും സബ് ഇൻസ്പെക്ടറിൻ്റെയും ബാച്ച് നമ്മൾ മെയിൻസിന് വേണ്ടിയിട്ടുള്ള, അതായത് മെയിൻസിൻ്റെ പേപ്പർ 1, സെക്രട്ടറി അസിസ്റ്റൻ്റ് ആണെങ്കിൽ പേപ്പർ 1ഉം പേപ്പർ 2ഉം, അതേപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ ആണെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക് അടക്കമുള്ള എല്ലാ കണ്ടന്റുകളും ചേർത്തിട്ടുള്ള ബാച്ച് 999 രൂപയ്ക്കാണ് നമ്മളിപ്പം നമ്മുടെ ബാച്ചിൽ കയറാനായിട്ട് കഴിയുക. 8281223366 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ മതി. നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ടിൽ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഈ ഒരു ബാച്ചിൽ ഈ പ്രൈസ് കണ്ടുകൊണ്ട് ഇതിൻ്റെ ക്വാളിറ്റിയിലോ മറ്റു കാര്യങ്ങളിലോ ഒക്കെ ബുദ്ധിമുട്ടുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കരുത്. പക്ക എന്താണോ നിങ്ങൾക്ക് പഠിക്കേണ്ടത് ആ കാര്യങ്ങൾ നിങ്ങൾക്ക് തരാൻ വേണ്ടി തന്നെയാണ് ഈ ഒരു പ്രൈസിൽ ഇട്ടിരിക്കുന്നത്. എല്ലാവരും പഠിക്കണം. അല്ലാതെ വലിയ ഭീമമായ പൈസ ഒന്നും നിങ്ങൾക്ക് കൊടുക്കാനില്ലെങ്കിലും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിച്ച് വരാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഈ ഒരു റേഞ്ച് പൈസ ഇട്ടിരിക്കുന്നത്. ഓക്കെയാണ്. നമ്മൾ നേരെ ഒരു 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അനലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ കട്ട് ഓഫ് എത്രയാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഒന്നാമത്തേത് നമ്പർ ഓഫ് അറ്റൻഡീസ് ആണ്. എത്ര പേര് ഈ എക്സാമിന് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്? നമുക്കറിയാം ഏകദേശം 4,90,000 ആളുകൾ, അതിൽ പ്ലസ് ആളുകൾ, 4,90,000 പ്ലസ് ആളുകൾ ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കൺഫർമേഷൻ കൊടുത്തത് എത്ര പേരേ ഉള്ളൂ? ഏകദേശം 3,70,000 ആളുകൾ എന്ത് ചെയ്തിട്ടുള്ളൂ? കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളൂ. എന്നാൽ അതിലും കുറച്ച് ആളുകളെ ഈ പരീക്ഷ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ എത്ര പേരാണ് എഴുതിയത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. then അതിനുശേഷം പരീക്ഷാ പേപ്പറുകളുടെ ഡിഫിക്കൽട്ടി ലെവൽ 2 സ്റ്റേജുകളായിട്ടാണ് പരീക്ഷ നടത്തിയത്. അതിൻ്റെ സ്റ്റേജ് 1 എന്ന് പറയുന്നത് എന്നാ നടന്നേ? 24/5-നാണ്. 24/5-നാണ്. ദെൻ സ്റ്റേജ് 2 എന്ന് പറയുന്നത് എപ്പോഴാണ് നടന്നത്? സ്റ്റേജ് 2 എന്ന് പറയുന്നത് 28/6-നാണ് സ്റ്റേജ് 2 നടന്നത്, അല്ലേ? അപ്പോൾ 2 ഘട്ടങ്ങളിലായിട്ടാണ് ഈ ഒരു എക്സാമിനേഷൻ നടന്നിട്ടുള്ളത്. അപ്പം ഏകദേശം ഒരു മാസത്തിലധികം ദിവസങ്ങളുടെ, അല്ലെ, ഒരു മാസവും 3 ദിവസവും കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 30-33 ദിവസത്തോളം ഗ്യാപ്പ് ഈ 2 ഫേസുകൾ തമ്മിൽ ഉണ്ടായിരുന്നു. യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ 2 ഫേസുകൾ തമ്മിൽ ഉണ്ടായിരുന്നു. ഇനി ഡിഫിക്കൽട്ടി ലെവൽ പരിശോധിക്കുമ്പം സ്റ്റേജ് 1-ൽ നടത്തിയ ക്വസ്റ്റ്യൻ പേപ്പറിനേക്കാൾ താരതമ്യേന എളുപ്പമായിരുന്നു സ്റ്റേജ് 2. ഓക്കെ, ഇത് യാഥാർത്ഥ്യമാണ്. ഇനിയും വാദിക്കുമായിരിക്കും പ്രയാസമായിരുന്നു എന്നൊക്കെ. ശരിയാണ്, എല്ലാ പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രയാസം തന്നെയാണ്. അതിനകത്തൊന്നും യാതൊരുവിധ ഡൗട്ടോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. പക്ഷേ സ്റ്റേജ് 1-ലെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ആ കുട്ടി എഴുതുന്നതെങ്കിൽ ഉണ്ടാകുന്ന ഡിഫിക്കൽട്ടി ലെവലിൻ്റെ അത്രയും സ്റ്റേജ് 2-ൽ അദ്ദേഹം എഴുതിയപ്പോൾ ഉണ്ടായി കാണില്ല. അത് യാഥാർത്ഥ്യമാണ്, അതിനകത്ത് യാതൊരു തർക്കവുമില്ല. ഇവിടെ വരുമ്പോഴത്തേക്കും ഇവിടെ മാത്സ് നല്ല പ്രയാസമായിരുന്നു. ഇവിടെയും മാത്സ് പ്രയാസമായിരുന്നു. പ്രശ്നം നമ്മൾ വിചാരിച്ച പോലെ തന്നെ 2 ക്വസ്റ്റ്യൻ ഡിലീഷനൊക്കെ പോകാനുള്ള സാധ്യത മാത്സിൽ സെക്കൻഡ് സ്റ്റേജിൽ വരും. ദെൻ ഇവിടെ വരുമ്പോഴത്തേക്കും ഇംഗ്ലീഷും പ്രയാസമായിരുന്നു. പക്ഷേ ഇവിടുത്തെ ഇംഗ്ലീഷ് കുറച്ച് എളുപ്പമായിട്ട് നമുക്ക് കാണാൻ പറ്റും. മലയാളം ഏകദേശം ഒരേ റേഞ്ച് തന്നെയാണ് വരിക. പക്ഷേ GK ഫസ്റ്റ് ഫേസിലെ GK സംബന്ധിച്ചിടത്തോളം അവിടെ ഒരുപാട് ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലുണ്ടായിരുന്നു. അത് മാത്രവുമല്ല, അത് ഭയങ്കരമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ, വലിയ ലെങ്തി ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ, അതായത് ഒരു പേജിൻ്റെ പകുതിയോളം വരുന്ന ചോദ്യങ്ങളൊക്കെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ക്വസ്റ്റ്യനുകൾ വായിച്ച് പോകുന്ന സമയം എന്ത് ചെയ്യത്തില്ല, അവർക്ക് അഡ്വാൻറ്റേജ് ആവില്ല. പക്ഷേ സെക്കൻഡ് സ്റ്റേജിനെ സംബന്ധിച്ചിടത്തോളം കുറേ 1 വേർഡ് ചോദ്യങ്ങളുണ്ടായിരുന്നു, നോർമൽ 1 വേർഡ് ആയിട്ടുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിലും ആ സ്റ്റേറ്റ്മെൻറ്റുകൾ പെട്ടെന്ന് വായിച്ച് തീർക്കാൻ പറ്റുമായിരുന്നു. ഓക്കെ, അതാണ് പറയുന്നത്, സ്റ്റേറ്റ്മെൻറ്റുകൾ വായിച്ച് തീർക്കാൻ പറ്റുമായിരുന്നു. ആ ഒരു അഡ്വാൻറ്റേജ് സ്റ്റേജ് 2 വന്നപ്പോഴത്തേക്കും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ ഉറപ്പായിട്ടും സ്റ്റേജ് 2 ഈസ് ഡിഫിക്കൽട്ടി ലെവലിൽ നോക്കുമ്പോൾ സ്റ്റേജ് 2 ഈസ് ബെറ്റർ ദാൻ സ്റ്റേജ് 1. ഒരു ഡൗട്ടും ഇല്ല പറയാം, സ്റ്റേജ് 1 എന്ന് പറയുന്നത് സ്റ്റേജ് 2-നേക്കാൾ ഡിഫിക്കൽട്ടായിരുന്നു. ഓക്കെയാണ്.
അപ്പോൾ ഡിഫിക്കൽട്ടി ലെവൽ മനസ്സിലാക്കാൻ പറ്റി. ദെൻ അടുത്ത് നോക്കിയടാ നമ്പർ ഓഫ് വേക്കൻസീസ് ആണ്. നമ്പർ ഓഫ് വേക്കൻസീസ് എത്രത്തോളം വേക്കൻസികൾ ഉണ്ടാവാം മക്കളെ? 500+ വേക്കൻസികൾ ഇതിനകത്തിലുണ്ടാവാം. ഓക്കെ, 500+. നിലവിൽ തന്നെ അത്യാവശ്യം നല്ല വേക്കൻസികൾ വന്നിട്ടുണ്ട് നിലവിലത്തെ റാങ്ക് ലിസ്റ്റ് പ്രകാരം. പോട്ടെ, 500+ വേക്കൻസികൾ ഇവിടെ പ്രതീക്ഷിക്കാം, ഈ ഒരു എക്സാമിന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഏകദേശം നമ്മൾ അനലൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോവുക, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഇത് PSCയിൽ നിന്ന് വന്നിട്ടുള്ള ഈ ഒരു എക്സാമിൻ്റെ അപ്ഡേറ്റ് ആയിരുന്നു. ഈ ഒരു അപ്ഡേറ്റ് പ്രകാരം ഒന്നാം ഘട്ടം എഴുതിയിട്ടുള്ളത് 61% ആളുകൾ, രണ്ടാം ഘട്ടം എഴുതിയിട്ടുള്ളത് 62.32% ആളുകളുമാണ്. ഒന്നാം ഘട്ടം എഴുതി എത്രയാണ്? 61%. രണ്ടാം ഘട്ടം എഴുതിയത് 62.32%. ദെൻ അതിനുശേഷം നമ്മൾ ഇത് കഴിഞ്ഞ ദിവസം കണ്ടത് തന്നെയാണ്. 3,94,615 പേരാണ് എന്ത് കൊടുത്തിട്ടുള്ളത്? കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളത്. ഇത് കൺഫർമേഷൻ കൊടുത്തവരുടെ ഡേറ്റയാണ്. 3,94,615 പേരാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിന് കൺഫർമേഷൻ കൊടുത്തത്. ഓക്കെ അല്ലേടാ? ഇനി സബ് ഇൻസ്പെക്ടറിലേക്കാണ് വരുന്നതെങ്കിൽ അതിൻ്റെ ഓപ്പൺ കാറ്റഗറി നോർമൽ KCPയിലുള്ള സബ് ഇൻസ്പെക്ടർ 1,57,440. ദെൻ അവിടെ തന്നെ വിജിലൻസിൽ നിന്ന് മിനിസ്റ്റീരിയലാണെങ്കിൽ 373. ദെൻ നമ്മുടെ കോൺസ്റ്റാബിളറി ആണെങ്കിൽ 3,274. ആംഡ് പോലീസ് ആണെങ്കിൽ 86,438 പേരും 3,000 സംതിങ് ആളുകളുമാണ്, 3,000+ ആളുകളുമാണ് എവിടെ ഉണ്ടായിരുന്നത്? കൺഫർമേഷൻ. ഇത് കൺഫർമേഷൻ്റെ ഡീറ്റെയിൽസ് ആണ്, പരീക്ഷ എഴുതിയവരല്ല. കൺഫർമേഷൻ കൊടുത്തവർ, പരീക്ഷ എഴുതാമെന്ന് ഉറപ്പ് നൽകിയവർ ഇത്രയും പേരാണ്. എന്നാൽ പരീക്ഷ എഴുതിയ എത്ര പേരാണ് മക്കളെ? ആവറേജ് 61.66% മുഴുവൻ അറ്റൻഡൻസ് ഉണ്ടായിരുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ 40%-നടുത്ത ആളുകൾ പരീക്ഷ എഴുതിയിട്ടില്ല. 40%-നടുത്ത ആളുകൾ പരീക്ഷ എഴുതിയിട്ടില്ല. അങ്ങനെയാണ് എങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് 2,43,319 പേരാണ് പരീക്ഷ എഴുതിയത്. എത്രയാ? 2,43,319 പേർ. ദെൻ SI ഓപ്പൺ കാറ്റഗറി 97,077 പേരാണ് പരീക്ഷ എഴുതിയത്. 97,077 പേര് SI ഓപ്പൺ കാറ്റഗറിയിൽ പരീക്ഷ എഴുതി. ഇനി ആംഡ് പോലീസ് ആണെങ്കിൽ അവിടെ 53,297 പേരാണ് പരീക്ഷ എഴുതിയത്. 53,297. ഓക്കെ, അപ്പോൾ ഇത് യാഥാർത്ഥ്യമാണല്ലോ, ശരിയല്ലേ? ഇത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ പരീക്ഷ എഴുതിയവരുടെ എണ്ണത്തിൽ ഭയങ്കരമായിട്ടുള്ളൊരു കുറവ് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നമ്മൾ കൺസിഡർ ചെയ്യണം. അതേപോലെ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് ഇവിടെ ഒരു കാര്യം കൂടെ നോക്കുക. അപ്പം ഇവിടെ ആളുകളുടെ എണ്ണം കുറവാണ്. ഡിഫിക്കൽട്ടി ലെവൽ പേപ്പർ 1-നാണ് ഡിഫിക്കൽട്ടി ലെവൽ കൂടുതൽ. പേപ്പർ 2-ന് അല്ലെങ്കിൽ രണ്ടാമത്തെ സ്റ്റേജിൽ ഡിഫിക്കൽട്ടി ലെവൽ താരതമ്യേന കുറവാണ്. ഈ കുറവെന്ന് ഉദ്ദേശിക്കുന്നത് പേപ്പർ പ്രയാസമാണോ അല്ലയോ എന്നുള്ളതല്ല, ഒന്നിനെ കമ്പയർ ചെയ്യുമ്പോൾ 2 പ്രയാസമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്തു. ഇതേപോലെ തന്നെ വേക്കൻസി നമ്മൾ നോക്കി, 500+ വേക്കൻസികളാണ് ഉണ്ടായിരുന്നത്. ഇനിയും എത്ര പേരെയാണ് ഇവർ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുള്ളത്? ഇത് വളരെ നിർണായകമായൊരു ഘടകമാണ്. എത്ര പേരെ ഉൾപ്പെടുത്താനായിട്ട് സാധ്യതയുണ്ട്? സാധാരണഗതിയിൽ വേക്കൻസി എത്രയാണോ ആ വേക്കൻസിക്ക് ഒരു ആനുപാതികമായിട്ടുള്ള എണ്ണം, അതായത് ഒരു 10 മടങ്ങോ 20 മടങ്ങോ ഒക്കെ എവിടെ കാണും? ചിലപ്പോൾ നമ്മുടെ പ്രിലിമിനറി ലിസ്റ്റിൽ കാണും. ഇവിടെ നമുക്കൊരു മാതൃകയായിട്ട് എടുക്കാൻ പറ്റുന്നത് 125 വേക്കൻസികളുമായിട്ട് വന്ന LSGD സെക്രട്ടറിയാണ്. LSGD സെക്രട്ടറി, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് പഞ്ചായത്ത് സെക്രട്ടറി എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന LSGD സെക്രട്ടറി. അവിടെ 125 വേക്കൻസികളാണ്. 125 വേക്കൻസിക്ക് അടുത്താണ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ വേക്കൻസികൾക്ക് വേണ്ടി അന്ന് പ്രിലിമിനറി എക്സാം ഇട്ടത് 38,000+ ആളുകളെയാണ്. ഓക്കെ, 38,000, അതായത് ഏകദേശം 40,000 ആളുകളെ, ഏകദേശം 40,000 ആളുകളാണ് അന്ന് മെയിൻസ് എക്സാം എഴുതിയത്. ഓക്കെ, കട്ട് ഓഫ് ഏകദേശം 48-49 റേഞ്ച് വന്നു. 40,000-ഓളം ആളുകൾ പഞ്ചായത്ത് സെക്രട്ടറി എക്സാമിന് വേണ്ടിയിട്ട് അവർ പ്രിലിമിനറി എക്സാമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, മെയിൻസിലേക്ക് ഉൾപ്പെടുത്തി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ 500-ഓളം വേക്കൻസികൾ വരേണ്ട പോസ്റ്റാണ്. കൂടുതലൊന്നും പറയുന്നില്ല, അതായത് ഇതിനെക്കാട്ടി കൂടുതലൊന്നും പറയുന്നില്ല. ഇതിനെങ്കിലും, അതായത് ഒരു 40,000-നടുത്ത ആളുകൾ, 40,000-ന് പുറത്ത് ആളുകളെങ്കിലും എന്ത് ചെയ്യണം? ഈ ഒരു പ്രിലിമിനറി എക്സാമിൽ നിന്ന് മെയിൻസ് എക്സാമിലേക്ക് സെലക്ട് ചെയ്യണം. ഓക്കെ, 40,000 ആളുകളെങ്കിലും ഈ ഒരു എക്സാമിന് വേണ്ടി സെലക്ട് ചെയ്യണം. ഓക്കെ, ഇതും വസ്തുതയാണ്. ഇനി നോക്കിയാൽ ഇനി നമ്മൾ ഇത്രയും കാര്യങ്ങൾ അനലൈസ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് എത്ര മാർക്ക് എക്സ്പെക്റ്റ് ചെയ്യാം? അതായത് കട്ട് ഓഫ് ആയിട്ട് നമുക്ക് എത്ര മാർക്ക് എക്സ്പെക്റ്റ് ചെയ്യാം? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം, ശ്രദ്ധിച്ചിരിക്കുക. കട്ട് ഓഫ് ആയിട്ട് എത്ര മാർക്ക് എക്സ്പെക്റ്റ് ചെയ്യാം? ഓക്കെ, ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. സ്റ്റേജ് 1 ആണെങ്കിൽ, ഓക്കെ, ഒന്നാമത്തെ ഘട്ടത്തിൽ പരീക്ഷ എഴുതിയ ആളാണെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ ഇങ്ങോട്ട് മാറ്റി എഴുതുകയാണെങ്കിൽ ഒന്നാമത്തെ ഘട്ടവും രണ്ടാമത്തെ ഘട്ടവും കൂടി കൺസിഡർ ചെയ്യുന്നു. ഒന്നാമത്തെ ഘട്ടമാണ് എങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, ഞാൻ വീണ്ടും പറയുകയാണ്, ഇതൊരു കട്ട് ഓഫ് എക്സ്പെക്റ്റഡ് ആണ്, അല്ലാതെ ഇതാണ് കട്ട് ഓഫ് എന്നൊന്നും നമ്മൾ പറയുന്നില്ല. എക്സ്പെക്റ്റഡ് ആണ് നമ്മൾ പറയുന്നത്. ഒന്നാം ഘട്ടമാണെങ്കിൽ മക്കളെ നിങ്ങൾക്ക് ഒരു 42 മാർക്കിനും 42+ ഉണ്ടെങ്കിൽ, ഓക്കെ, 42 മാർക്ക് പ്ലസ് ഉണ്ട് എങ്കിൽ, അതായത് 42-നും, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 42-നും
46-നും ഇടയിൽ ഒരു കട്ട് ഓഫ് നിങ്ങൾക്ക് പ്രതീക്ഷിച്ചാൽ മതി. ഓക്കെ, അതിൽ കൂടുതൽ മാർഗ്ഗമൊന്നും സ്റ്റേജ് 1-ലുള്ള ആളുകൾക്ക് പോകില്ല. അതായത് 42+ ഉള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാനായിട്ട് പറ്റും, പഠിച്ചു തുടങ്ങാനായിട്ട് പറ്റും. ഈ 46 ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ ഇച്ചിരി കൂടുതലാണ്, 45 റേഞ്ചിലൊക്കെ വരത്തുള്ളൂ. 42+ ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിപ്പയർ ചെയ്ത് തുടങ്ങാനായിട്ട് പറ്റും. അടുത്ത് നോക്കിയാൽ സ്റ്റേജ് 2 ആണെങ്കിൽ ഇവിടെ കമ്പാരിറ്റീവ്ലി ഒരു 46+ ഉള്ള ആളുകൾ എന്ത് ചെയ്യാം, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. 46+ ഉള്ള ആളുകൾ, ചിലപ്പം ഇത് 46-ലും താഴെയുള്ള ആളുകൾ കയറിയേക്കാം. ഓക്കെ, അതായത് എന്ത് ചെയ്യുക, ഒരു 45 റേഞ്ചുള്ള ആളുകൾ, 44-45 റേഞ്ചുള്ള ആളുകൾ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ 1 ഒക്കെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. ഓക്കെ, ചെറിയ എമൗണ്ട് ഒക്കെ വരുന്ന കോഴ്സുകൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പം ആ ഒരു റേഞ്ചുള്ള ആളുകൾ സ്റ്റേജ് 2 നോക്കുക. അടുത്ത് നോക്കിക്കേടാ, സബ് ഇൻസ്പെക്ടർ ആണെങ്കിലോ സബ് ഇൻസ്പെക്ടർ സ്റ്റേജ് 1 ആണെങ്കിൽ ഏകദേശം ഒരു 35+ ഉള്ള ആളുകൾ എന്ത് ചെയ്യുക, സബ് ഇൻസ്പെക്ടർ ഓപ്പൺ കാറ്റഗറിയിൽ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. ഓക്കെ, സബ് ഇൻസ്പെക്ടർ ഓപ്പൺ കാറ്റഗറിയിൽ 35 മാർക്ക് പ്ലസ് ഉള്ള ആളുകൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. സ്റ്റേജ് 2 ആണെങ്കിൽ അവിടെ ഒരു 40 മാർക്ക് റേഞ്ച് ഉള്ള ആളുകൾ, 40+ ഉള്ള ആളുകൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. ഓക്കെ, ഇതാണ് ഈ ഒരു കട്ട് ഓഫുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ ഇതൊരു എക്സ്പെക്റ്റഡ് ആണ്, അല്ലാതെ ഈ മാർക്കൊന്നും കട്ട് ഓഫ് വരുമെന്നുള്ളത് പറയുന്നില്ല. നമ്മൾ ഏകദേശം പ്രതീക്ഷിക്കുന്ന മൊത്തത്തിൽ നോക്കുകയാണെങ്കിലും സബ് ഇൻസ്പെക്ടർ ആണെങ്കിൽ, അതായത് നോർമലൈസേഷൻ 2 സ്റ്റേജിൻ്റെയും നോർമലൈസേഷൻ ഒക്കെ കഴിഞ്ഞ് ഇതൊക്കെ ഫൈനൽ കീക്ക് ശേഷം വരാവുന്ന മാർക്കാണ് ഈ പറയുന്നത്. നോർമലൈസേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ പ്രതീക്ഷിക്കുകയാണെങ്കിൽ പോലും ഏകദേശം ഒരു 44 തൊട്ട് ഒരു 49 റേഞ്ചൊക്കെയാണ് നമുക്ക് സെക്കൻഡറി അസിസ്റ്റൻ്റ് കട്ട് ഓഫ് പ്രതീക്ഷിക്കാൻ പറ്റുക. ദെൻ സബ് ഇൻസ്പെക്ടർ ആണെങ്കിൽ ഒരു 38 മുതൽ ഒരു 42 വരെയൊക്കെയാണ് കട്ട് ഓഫ് പ്രതീക്ഷിക്കാൻ പറ്റുക. ഏകദേശമാണ് പറയുന്നത്, ഇത് മൊത്തത്തിലുള്ള കാര്യമാണ് പറയുന്നത്. ഈ ഒരു രീതിക്കാണ് സ്റ്റേജ് 1 സ്റ്റേജ് 2 നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാൻ പറ്റുക. നിങ്ങൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാൻ പറ്റും, യാതൊരു സംശയമില്ല. 50+ ഉള്ള ആളുകളൊക്കെ തീർച്ചയായിട്ടും പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക, അതിനകത്തുള്ള ഒരു ഡൗട്ടും വേണ്ട. നിങ്ങൾ പ്രിപ്പറേഷൻ നിങ്ങളുടെ കട്ടയ്ക്ക് ബൂസ്റ്റ് ചെയ്തുകൊണ്ട് പോവുക. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു സെഷനിൽ പറയാനുള്ളത്. മെയിൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാമെന്ന് പറഞ്ഞാൽ ഈ റേഞ്ചുള്ള ആളുകൾക്ക് മെയിൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങാൻ പറ്റും. അപ്പോൾ ഈ സബ് ഇൻസ്പെക്ടർ ആണെങ്കിലും നമ്മുടെ സെക്രട്ടറി അസിസ്റ്റൻ്റ് ബാച്ച് ആണെങ്കിലും ആ ബാച്ചിലുള്ള ആളുകൾക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാനായിട്ട് മക്കളെ 2399 രൂപയുടെ ബാച്ച്. ഓക്കെ, അത് സബ് ഇൻസ്പെക്ടറിന് 2500 രൂപ, സെക്രട്ടറി അസിസ്റ്റന്റ് 2500 രൂപ, അങ്ങനെ 2 ബാച്ചുകളാണുള്ളത്. ഈ ബാച്ചുകൾക്ക് 2399 രൂപയാണ് ഫീസ്. അപ്പോൾ ഈ ഒരു ഫീസിൻ്റെ ബാച്ച് നമ്മളിപ്പോൾ 999 രൂപയ്ക്കാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഓക്കെ, കാരണം കുറേ കുട്ടികൾ മറ്റു പല സെക്ടറുകളും ഉണ്ട്, അപ്പോൾ അവർക്ക് അവിടെ നല്ല രീതിയിൽ പോകാൻ പറ്റുന്നില്ല, അപ്പം വേറൊരു ബാച്ച് ജോയിൻ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് വലിയ ഫീസ്, ഇപ്പോൾ 2399 ആണെങ്കിലും ഓൾറെഡി അവർ പേ ചെയ്തതാണ്, അതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടാണ്. നമ്മൾ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് 999 രൂപ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ബാച്ചിന് ഫീസ് വരിക. 2 ബാച്ചുകളാണ്, സെക്രട്ടറി അസിസ്റ്റന്റിലേക്കും സബ് ഇൻസ്പെക്ടറിലേക്കും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. 999 രൂപ മാത്രമേ ഈ ബാച്ചിനുള്ളൂ. ഈ ബാച്ച് സെക്രട്ടറി അസിസ്റ്റന്റിൻ്റെ പേപ്പർ 1 അതേപോലെ തന്നെ പേപ്പർ 2, പേപ്പർ 1ഉം പേപ്പർ 2ഉം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിൻ്റെ ഗൈഡൻസും അവിടെ കാണും കേട്ടോ. ഇൻ്റർവ്യൂ ഗൈഡൻസും അവിടെ കാണും. സെക്രട്ടറി അസിസ്റ്റൻ്റെയും പേപ്പർ 1ഉം പേപ്പർ 2ഉം നിങ്ങളെ കവർ ചെയ്യും. ദെൻ സബ് ഇൻസ്പെക്ടർ ആണെങ്കിൽ ജനറൽ ടോപ്പിക്സ് കാണും, അതേപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്സ്, പ്യുവറായിട്ട് സ്പെഷ്യൽ ടോപ്പിക്സ് കവർ ചെയ്യും. അവിടെയും നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഗൈഡൻസും ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഈ ഒരു ബാച്ചിൻ്റെ പ്രത്യേകത. 999 രൂപയ്ക്ക് ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. എത്രയും വേഗം വിളിക്കുക, അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് 8281 ഈ നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ മതി. 8281 ഈ നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഒരു ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും, അവർ പറഞ്ഞു തരും. ഓക്കെ അല്ലേ, കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി ഇതിൻ്റെ താഴെ നെഗറ്റീവായിട്ട് നിങ്ങൾ ഇടണ്ട. നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഈ പറയുന്നതിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഈ കട്ട് ഓഫ് പറയുമ്പോഴുണ്ടെങ്കിൽ ഓക്കെ വിട്ടേക്ക്. ഇപ്പം തൊഴിൽ വീതിയൊക്കെ പറയുന്നത് 50-നും 60-നും ഇടയ്ക്കെന്നൊക്കെയാണ്. ഓക്കെ, അതൊക്കെയാണെങ്കിൽ അങ്ങനെ, അതിലൊന്നും വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മൾ പറയുന്നത്, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത കാര്യങ്ങൾ മനസ്സിലാക്കി, ഇന്നത്തെ ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കിയതിൻ്റെ ബേസിസിലാണ് ഇത് പറയുന്നത്. ഓക്കെ, ആ രീതിയിൽ തന്നെ എടുക്കുക, നിങ്ങളുടെ പ്രിപ്പറേഷൻ തുടങ്ങുക. പിന്നീടത്തേക്ക് പഠിത്തം മാറ്റി വയ്ക്കരുത്. അങ്ങനെയാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് പഠിച്ച് കയറാൻ പറ്റില്ല. സെക്രട്ടറി അസിസ്റ്റന്റ് 2 പേപ്പറുണ്ട്, 200 മാർക്കാണ്, 1.5 മണിക്കൂർ വീതമുള്ള 2 എക്സാമുകളായിരിക്കും. ദെൻ സബ് ഇൻസ്പെക്ടർ ആണെങ്കിലും അവിടെ BNS, BNSS, BSIയും ഒക്കെ നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള സമയം വേണം മക്കളെ. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എത്രയും വേഗം ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ 8281 223366 എന്ന് പറയുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക. നമുക്ക് ബാച്ചിൽ കാണാം. താങ്ക് യു സോ മച്ച്.